ഞാൻ എന്നും എന്റേത് എന്നുമുള്ള മായാസങ്കല്പം പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സങ്കരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സത്വഗുണത്തിലുള്ള ഒരുവന് ഞാൻ ശാന്തനാണ് എന്ന് തോന്നാം. രജോഗുണത്തിലുള്ള ഒരുവൻ ഞാൻ വിഷയേച്ഛു ആണെന്ന് ചിന്തിച്ചേക്കാം. തമോ ഗുണത്തിലുള്ള ഒരുവൻ ഞാൻ കോപമുള്ളവനാണ് എന്ന് വിചാരിക്കാം. അതുപോലെ ഒരുവൻ എന്റെ ശാന്തി, എന്റെ കാമം, എന്റെ കോപം ഇങ്ങനെ ചിന്തിക്കുന്നു. ശാന്തപൂർണനാണെന്ന മനോഭാവത്തിൽ വ്യാപൃതനാകുന്ന ഒരുവന് ഭൗതികലോകത്തിൽ പ്രവൃത്തി ചെയ്യുവാൻ കഴിയില്ല. അവന് കർമ്മ നിർവഹണത്തിനുള്ള പ്രചോദനം ലഭിക്കുന്നില്ല. അതുപോലെ കാമത്തിൽ ആഴുന്ന ഒരുവൻ ശാന്തിയുടെയോ നിയന്ത്രണത്തിന്റെയോ അംശം പോലും ഇല്ലാതെ അന്ധനാകുന്നു. കോപത്താൽ മഗ്നനായ ഒരുവന് മറ്റു ഗുണങ്ങളുടെ കലർപ്പില്ലാതെ ഭൗതികലോകത്തിൽ ശരിയായി പ്രവർത്തിക്കാനാവില്ല. അപ്രകാരം ഭൗതികഗുണം ശുദ്ധമായും ഒറ്റയ്ക്കും ആവിർഭവിക്കുന്നില്ലെന്നും മറിച്ച് ഒരു ഗുണം മറ്റൊന്നിനോട് സമ്മിശ്രപ്പെട്ടാണ് പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നതെന്നും നാം കാണുന്നു. ആത്യന്തികമായി ഒരുവൻ ഞാൻ കൃഷ്ണഭഗവാന്റെ ഒരു നിത്യദാസനാണ് എന്നും ഭഗവാന് വേണ്ടിയുള്ള പ്രേമസേവനമാണ് എന്റെ ഏക ആസ്തി എന്നും ചിന്തിക്കണം. ത്രിഗുണങ്ങൾക്ക് അതീതമായ അവബോധത്തിന്റെ പരിശുദ്ധതലം ഇതാണ്.